everyone, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ മലയാളം സെന്റൻസുകൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ മെൻഷൻ ചെയ്തിട്ടാണ് ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്ട്രക്ചർ അനുസരിച്ച് ഞാൻ നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന സെന്റൻസ് എന്ന് പറയുന്നത് ഹരി എല്ലാ ദിവസവും രാവിലെ പത്രം വായിക്കാറുണ്ട്. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ നമുക്ക് സ്ട്രക്ചർ അനുസരിച്ച് ആദ്യം ഹൂ എന്ന് എഴുതാം. ആരാണ് പത്രം വായിക്കാറുള്ളത്? ഹരിയാണ്. അപ്പൊ ഹരി. ഇനി വായിക്കാറുണ്ട് എന്നാണ് ഇവിടുത്തെ വേർബ്. നമ്മൾ എങ്ങനെ എഴുതും? റീഡ്സ് എന്ന് എഴുതും. അപ്പൊ നമുക്കറിയാം ഹി, ഷീ, ഇറ്റ്, അതുപോലെ തന്നെ നെയിം വരുമ്പോൾ നമ്മൾ വേർബിന് എസ് ഓർ എസ് ആഡ് ചെയ്യണം. വായിക്കാറുണ്ട്, പഠിക്കാറുണ്ട് എന്നൊക്കെ പറയണമെങ്കിൽ അല്ലേ? അപ്പൊ ഹരി റീഡ്സ്. ഇനി വാട്ട്, എന്താണ് ഹരി വായിക്കാറുള്ളത്? എന്താണ് നമ്മൾ സെന്റൻസിൽ പറഞ്ഞത്? പത്രമാണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ദ ന്യൂസ് പേപ്പർ എന്ന് പറയാം. അപ്പൊ ഇവിടെ നമ്മൾ ദ ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട്, അതായത് പെർട്ടിക്കുലർ ആയി ഏതെങ്കിലും ന്യൂസ് പേപ്പർ വായിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ചിലപ്പോൾ മലയാള മനോരമയാവാം, മാതൃഭൂമിയാവാം, അങ്ങനെ പറയാനാണ് നമ്മൾ അവിടെ ആർട്ടിക്കിൾ ആയ ദ യൂസ് ചെയ്യുന്നത്. ഇനി അവിടെ എ ന്യൂസ് പേപ്പർ എന്നായിരുന്നെങ്കിൽ അവിടെ അർത്ഥം എങ്ങനെയാ വരാ? ഹരി എല്ലാ ദിവസവും ഒരു പത്രം വായിക്കാറുണ്ട്, അങ്ങനെയായാണ് അർത്ഥം. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഹരി റീഡ്സ് ദ ന്യൂസ് പേപ്പർ. അപ്പൊ നമുക്ക് ദ ന്യൂസ് പേപ്പർ വേണോ എ ന്യൂസ് പേപ്പർ വേണോ എന്ന് നമ്മൾ എന്ത് പറയാനാണ് ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് നമുക്ക് പറയാം. മനസ്സിലായോ? അപ്പൊ ഹരി റീഡ്സ് ദ ന്യൂസ് പേപ്പർ. ഇനി നമുക്ക് എന്ത് എഴുതാനുള്ളത്? ഫോർ ഹും, എബൌട്ട് ഹും, ഹൂസ് എന്നോ അതുപോലെ തന്നെ ഹൗ, വൈ ഒന്നും എഴുതാനില്ല. വെൻ എന്ന് മാത്രമാണ് നമുക്ക് എഴുതാനുള്ളത്. എപ്പോഴാണ് ഹരി പത്രം വായിക്കാറുള്ളത്? എന്താ നമ്മൾ പറഞ്ഞത്? എല്ലാ ദിവസവും രാവിലെ എന്നാണ് പറഞ്ഞത്. അപ്പൊ കുറെ പേര് എവ്രി ഡേ മോർണിംഗ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എവ്രി ഡേ മോർണിംഗ് എന്ന് എഴുതേണ്ട ആവശ്യമില്ല, എവ്രി മോർണിംഗ് എന്ന് എഴുതിയാൽ മതി. കാരണം എവ്രി മോർണിംഗിന്റെ അർത്ഥം എന്താണ്? എല്ലാ രാവിലെകളും എന്നാണ് അർത്ഥം വരുന്നത്. അതായത് അതിന്റെ അർത്ഥം എന്താണ്? എല്ലാ ദിവസവും രാവിലെ എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ്? ഹരി റീഡ്സ് എ ന്യൂസ് പേപ്പർ എവ്രി മോർണിംഗ് എന്ന് വരും. മനസ്സിലായോ? അപ്പോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുറച്ച് പേര് എഴുതിയേക്കുന്നത് ഹരി റീഡ്സ് എ ന്യൂസ് പേപ്പർ ഇൻ ദ മോർണിംഗ് എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വരാ? ഹരി ന്യൂസ് പേപ്പർ വായിക്കുന്നത് രാവിലെയാണ് എന്നാണ് അർത്ഥം വരുന്നത്. പക്ഷെ നമ്മളിവിടെ പറയാൻ ഉദ്ദേശിച്ചത് എന്താണ്? ഹരി എല്ലാ ദിവസവും രാവിലെ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ എങ്ങനെയാ അത് ഇംഗ്ലീഷിലാക്കാം? ഹരി റീഡ്സ് എ ന്യൂസ് പേപ്പർ എവ്രി മോർണിംഗ് എന്ന് പറയും. മനസ്സിലായില്ലേ? ഇനി നമുക്ക് വേറൊരു സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇനി ഇവിടെ ഒരു സെന്റൻസ് പറയാം. അപ്പൊ നിങ്ങൾക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇപ്പൊ നമുക്ക് സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? അപ്പൊ എനിക്ക് പറയേണ്ട സെന്റൻസ് ഇതാന്ന് വിചാരിക്കേ. ഫോട്ടോഗ്രാഫർ ഇന്ന് അതിരാവിലെ മലമുകളിൽ സൂര്യോദയത്തിന്റെ മനോഹരമായ ചിത്രങ്ങൾ പകർത്തി. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ ആ സെന്റൻസ് ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, ഇനി നമുക്ക് വേഗം തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് പറയേണ്ടത് ഹൂ ആണ്. ആദ്യം എന്താണ് നമ്മൾ എഴുതുക? ഹൂ എന്നുള്ള സ്ഥാനത്ത് നമുക്ക് ആരാണ് ഫോട്ടോസ് പകർത്തിയത്, അതായത് ആരാണ് ചിത്രങ്ങൾ പകർത്തിയത്? ഫോട്ടോഗ്രാഫർ ആണ്. അപ്പൊ നമുക്ക് അത് എഴുതാം, ദ ഫോട്ടോഗ്രാഫർ. ഇനി നമ്മൾ എന്ത് എഴുതേണ്ടത്? വേർബ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ വേർബ് എന്താണ്? പകർത്തി എന്നുള്ളതാണ് ഇവിടുത്തെ വേർബ്. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? അപ്പൊ ഇവിടെ ചിത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്, അതായത് ഫോട്ടോസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് ഏത് വേർബ് യൂസ് ചെയ്യാൻ പറ്റാ? ക്യാപ്ചർ എന്നുള്ള വേർബ് യൂസ് ചെയ്യാം. അതിൻ്റെ ഒപ്പം നമ്മളത് പാസ്റ്റ് ടെൻസിലേക്ക് ആക്കണം. കാരണം എന്തുകൊണ്ടാണ്? പകർത്തി, പകർത്തുക എന്നാണ് ക്യാപ്ചറിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ പകർത്തി എന്ന് പറയാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്യാപ്ചർ എന്നുള്ള വേർബിന് നമ്മൾ ഒരു ഇഡി ആഡ് ചെയ്യണം. അപ്പൊ ദ ഫോട്ടോഗ്രാഫർ ക്യാപ്ചേർഡ്. ഇനി വാട്ട്, എന്താണ് ക്യാപ്ചർ ചെയ്തത്? എന്താണ് എന്നാണ് പറഞ്ഞത്? മനോഹരമായ ചിത്രങ്ങൾ എന്നാണ് പറഞ്ഞത്. നമുക്ക് എങ്ങനെ പറയാം? സ്റ്റണ്ണിങ് ഇമേജസ് എന്ന് പറയാം. ദ ഫോട്ടോഗ്രാഫർ ക്യാപ്ചേർഡ് സ്റ്റണ്ണിങ് ഇമേജസ്, അതായത് വളരെ ഓസമായ, വളരെ എക്സലന്റ് ആയ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്രയും ബ്യൂട്ടിഫുൾ ആയ സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഇമേജസ് ക്യാപ്ചർ ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ വാട്ട് വരെ എഴുതി. ഇനി നമുക്ക് ഫോർ ഹും, ആർക്ക് വേണ്ടിന്നോ എബൌട്ട് ഹും എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഹൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഹൂസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരുടെ എന്നാണ് അർത്ഥം വരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ മനുഷ്യരെ കുറിച്ചല്ല പറയുന്നത്, ആരുടെ എന്ന് തന്നെ അർത്ഥം വരുന്ന വേറൊരു കാര്യം കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തിൻ്റെ എന്ന് നമുക്ക് ചോദിക്കാം. ഓഫ് വാട്ട് എന്ന് ചോദിക്കാം. സൂര്യോദയത്തിൻ്റെയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയും?
of the sunrise എന്ന് പറയും. But the photographer captured stunning images of the sunrise. ഇനി നമുക്ക് എന്ത് എഴുതാനുള്ളത്? അപ്പൊ നമ്മള് whose എന്നുള്ളതിന്റെ പകരം നമ്മൾ of what എന്ന് ചോദിച്ചു. ഇനി നമുക്ക് how എന്നോ അതുപോലെ തന്നെ why എന്നോ ഒന്നും പറയാനില്ല. നമുക്ക് where, എവിടെയാണ് ഫോട്ടോസ് എടുത്തത് എന്ന് നമുക്ക് പറയാനുണ്ടോ? മലമുകളിൽ എന്നാണ് പറഞ്ഞത്. നമ്മൾ എങ്ങനെ പറയും? മൗണ്ടൻ ടോപ്പ് എന്നാണ് നമ്മൾ പറയാ. അപ്പോൾ മലമുകളിൽ എന്ന് പറയുമ്പോൾ ഏത് പ്രപ്പോസിഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഓൺ ആണ്. അപ്പോൾ ഓൺ ദി മൗണ്ടൻ ടോപ്പ് എന്ന് പറയും. മനസ്സിലായോ? ഇനി നമുക്ക് എന്ത് എഴുതാനുള്ളത്? വെൻ, എപ്പോഴാണ് ഫോട്ടോസ് എടുത്തത് എന്നാണ് നമ്മൾ മലയാളം സെന്റൻസിൽ പറഞ്ഞത്. ഇന്ന് അതിരാവിലെ എന്നാണ് പറഞ്ഞത്. നമ്മൾ എങ്ങനെ പറയും? ഏർലി ദിസ് മോർണിംഗ്. ഏർലി എന്ന് പറഞ്ഞാൽ നേരത്തെ എന്നാണ് പറയുന്നത്. ഏർലി ദിസ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം വരുന്നത് അതിരാവിലെ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ്? ദ ഫോട്ടോഗ്രാഫർ ക്യാപ്ചർഡ് സ്റ്റണ്ണിംഗ് ഇമേജസ് ഓഫ് ദി സൺറൈസ് ഓൺ ദി മൗണ്ടൻ ടോപ്പ് ഏർലി ദിസ് മോർണിംഗ് എന്ന് വരും. മനസ്സിലായില്ലേ? ഇനി നമുക്ക് പറയണമെന്ന് വിചാരിക്കേ, അവൾ ഇന്നലെ കത്ത് പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് വളരെ സ്നേഹത്തോടെ തൻ്റെ ഉറ്റ സുഹൃത്തിന് ഹൃദയസ്പർശിയായ ഒരു കത്തെഴുതി. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് എഴുതാൻ പറ്റുക? അപ്പൊ സ്ട്രക്ചർ അനുസരിച്ച് ഹൂ എന്ന് എഴുതാം. അപ്പൊ ആരാണ് കത്തെഴുതിയത്? അവളാണ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ഷീ എന്ന് എഴുതും. ഇനി നമുക്ക് ഇവിടുത്തെ വേർബ് നോക്കാം. എന്താണ് ഇവിടുത്തെ വേർബ്? എഴുതി എന്നാണ് പറഞ്ഞത്. നമ്മൾ എങ്ങനെ പറയും? അപ്പൊ എഴുതുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് റൈറ്റ് എന്നാണ്. എഴുതി എന്ന് പറയാൻ നമ്മൾ എങ്ങനെ എഴുതാ? റോട്ട് എന്ന് എഴുതും. അപ്പൊ ഷീ റോട്ട്. ഇനി വാട്ട്, എന്താണ് എഴുതിയത്? ഹൃദയസ്പർശിയായ ഒരു കത്ത് എന്നാണ് പറഞ്ഞത്. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? നമുക്ക് പറയാം a heartfelt letter എന്ന് പറയും. അപ്പൊ ഇവിടെ heartfelt എന്ന് പറഞ്ഞാൽ ഹൃദയസ്പർശിയായ, ലെറ്റർ എന്ന് പറഞ്ഞാൽ കത്ത്. അപ്പൊ she wrote a heartfelt letter. ഇനി നമുക്ക് for whom, ആർക്ക് വേണ്ടിയാണ് എഴുതിയത്? എന്താണ് നമ്മൾ പറഞ്ഞത്? തൻ്റെ ഉറ്റ സുഹൃത്തിന് എന്നാണ് പറഞ്ഞത്. നമ്മൾ എങ്ങനെ പറയും? അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട വേർഡ് for ആണ്. for her best friend എന്ന് പറയും. അപ്പൊ ഇവിടെ നമ്മൾ for whom എന്ന് ചോദിക്കുമ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് for her best friend, അതായത് അവളുടെ ഉറ്റ സുഹൃത്തിന് എന്ന അർത്ഥം വരുന്നത്. മനസ്സിലായോ? ഇനി about whom, whose ഒന്നും പറയാനില്ല. how എന്ന് പറഞ്ഞിട്ടുണ്ടോ? എങ്ങനെയാണ് അവൾ കത്ത് എഴുതിയത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? വളരെ സ്നേഹത്തോടെ എന്നാണ് പറഞ്ഞത്. അതായത് ഇവിടെ അർത്ഥം വരുന്നത് എന്താണ്? വളരെ സ്നേഹത്തോട് കൂടി എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ നമ്മൾ ഏത് വാക്കാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്? വിത്ത് എന്നാണ്. വിത്ത്, വളരെ സ്നേഹത്തോടെ. എങ്ങനെ നമ്മൾ പറയും? വിത്ത് സോ മച്ച് ലവ് എന്ന് പറയും. ഇനി വൈ എന്ന് പറഞ്ഞിട്ടില്ല. വേർ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വെൻ, എപ്പോഴാണ് കത്തെഴുതിയത്? ഇന്നലെ പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് എന്നാണ് പറഞ്ഞത്. നമ്മൾ എങ്ങനെ പറയും? ബിഫോർ പോസ്റ്റിംഗ് ഇറ്റ് യെസ്റ്റർഡേ എന്ന് പറയും. അപ്പൊ ബിഫോർ എന്ന് പറഞ്ഞാൽ മുൻപ്. പോസ്റ്റിംഗ് ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസ്റ്റിംഗ് ദ ലെറ്റർ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലെറ്ററിന്റെ പകരമാണ് നമ്മൾ ഇറ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്തത്. ബിഫോർ പോസ്റ്റിംഗ് ഇറ്റ് യെസ്റ്റർഡേ എന്ന് പറയും. അപ്പോൾ എന്തായി നമ്മുടെ സെന്റൻസ്? ഷീ റോട്ട് എ ഹാർട്ട്ഫെൽറ്റ് ലെറ്റർ ഫോർ ഹർ ബെസ്റ്റ് ഫ്രണ്ട് വിത്ത് സോ മച്ച് ലവ് ബിഫോർ പോസ്റ്റിംഗ് ഇറ്റ് യെസ്റ്റർഡേ എന്ന് വരും. മനസ്സിലായില്ലേ? അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഞാൻ ഇന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ സ്ട്രക്ചർ നോക്കി ആൻസർ ചെയ്യാൻ എല്ലാവരും ട്രൈ ചെയ്യും കേട്ടോ. രാഹുൽ തൻ്റെ പട്ടിക്കുട്ടിയുമായി എല്ലാ ദിവസവും കളിക്കാറുണ്ട്. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഇംഗ്ലീഷിലൊക്കെ ഓരോ സെന്റൻസുകളൊക്കെ പറയാൻ വളരെ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.